എന്റെ നാട് കുട്ടനാട്. ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഫിഷിംഗ് വീഡിയോയിൽ ആദ്യം തന്നെ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന നമ്മുടെ തോട് കാണിച്ചുകൊണ്ട് തന്നെയാട്ടെ തുടക്കം. അപ്പോൾ ഇന്നത്തെ നല്ലൊരു ഫിഷിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തോട്ടിൽ നിന്നാണ് നമ്മൾ മീനെല്ലാം പിടിച്ചു കൂട്ടുന്നത്. നമ്മളിവിടെ ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, എറിഞ്ഞിട്ട് വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും നൂലെന്തായാലും വലിഞ്ഞ് നിൽക്കുക, നമുക്ക് നോക്കാം. വലിയ വരാനാണ് ഗൈസ്. പതുക്കെ വിളിക്കുക, ചിലപ്പോൾ ഊരിപ്പോവും. ശരിയാ, കുറച്ച് ദിവസമായിട്ട് ഇവിടെ നടപ്പുണ്ട് ഈ വരാല്. കുറേ വരാലുണ്ട്. നമ്മളൊരു കുഞ്ഞു മീനെ കോർത്തിട്ടതാണ്. കുഞ്ഞു മീൻ എന്ന് പറഞ്ഞാൽ ചെമ്പല്ലി, കല്ലേമുട്ടി, കരിപ്പിടി എന്നൊക്കെ പറയും. മീൻ തന്നെ ആണോയെന്നറിയത്തില്ല. നല്ല നോക്കട്ടെ. ഇവിടെ വരുമ്പോഴേക്കും ഒന്നും കാണത്തില്ലായിരിക്കും. ശരി, എപ്പോഴും എന്തോ ഉണ്ട്, അതൊക്കെ അത് പോകരുത്. സാധനം ഉണ്ട്, വരാല നോട്ടെ. ഉണ്ടോ ഏത് കാര്യമാണോ? എന്തോ പിടിച്ച് കാര്യമാണോ? പൊട്ടിപ്പോരുന്നു, നൂല് പൊട്ടിപ്പോരുന്നു. എന്നതാ വരാല് എൻ്റെ കൂടെ ഏതാണ്ടൊക്കെ കയറി വരുമല്ലോ. ശരിയാ. തേൻ്റെ മാറിക്കത് പൂവും ചൂടി ഇരിക്കുന്നതൊക്കെ ഇരിക്കുന്നത് കണ്ട. കൊള്ളാം, അടിപൊളി. അയ്യോ, ഇവനങ്ങ് വിഴുങ്ങിപ്പോയെന്ന് തോന്നുന്നു. തുറക്കണവാ. വെട്ടിക്കിടക്കുമായിരുന്നേ. ഇതിനുള്ള അടിപൊളി നാടൻ വരാൽ. ഇതിന് തോട്ടിലോട്ട് തന്നെ പോകണം. അടിപൊളി നാടൻ വരാൽ, സെറ്റ് സാധനം. കൊള്ളാം കേട്ടോ, വലിയ വരാല അത്യാവശ്യം. കൊള്ളാം. ഇനി ഊരിയെടുക്കുന്ന പണിയാണ്. ഇവനെ വിഴുങ്ങിപ്പോയി. ആഹാ, ഒരു കുഞ്ഞ് മീനെ ഇട്ടതാണ്. അതിൻ്റെ അണ്ണാക്കി തന്നെ കയറി ഉടക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഫോണും കൂടെ കടിച്ച് തിന്നണം. കൊള്ളാം. എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. കുറേ ദിവസമായിട്ട് കോർത്തിട്ടിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. തോട്ടിൽ പായലൊക്കെ വന്നടിഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ലാതിരിക്കുകയായിരുന്നു. എന്തായാലും ചുമ്മാ ഒരു പ്രതീക്ഷയില്ലാതെ ഇട്ട. എന്തായാലും കിട്ടിയത് നല്ല അടിപൊളി ഒരു സാധനമാണ്. കൊള്ളാം, വലുതാണ്. ആശാൻ ചൂണ്ടയെന്നൊക്കെ ഊരിയിട്ടുണ്ട്. ഇനി ഇവനെ പിടിച്ചോണ്ട് പോകണം. അയ്യോ, ഇനി എനിക്ക് പണി എന്നിട്ട് ചാടിപ്പോവോ? ഭയങ്കര കൊതുക്. ഇതാ, നമുക്ക് വെള്ളത്തിൽ കൊണ്ടിടണം. ഇപ്പം എന്തായാലും സന്ധ്യയായി. അതുകൊണ്ട് ഇവനെ നാളെ എടുത്ത് ഫ്രൈ അടിക്കണം. എൻ്റെ വയറൊക്കെ വീർത്തിരിക്കുന്നു. മീൻ വിഴുങ്ങിയതാണോ അതോ മുട്ട ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്താ, ഒരു ഗർഭരണിയാണെന്ന് തോന്നുന്നു. വയറ് വീർത്തിരിക്കുന്നു. എന്തായാലും വെട്ടുമ്പോൾ അറിയാം. കൂട്ടത്തിൽ മുട്ട കൂടെ ഫ്രൈ ചെയ്താൽ പോരെ. കാഴ്ച കാണിച്ചു തരാവേ. ഇതാ, ഇവിടെ ഒരു ഫാമിലി വന്ന് നിൽപ്പുണ്ട്. വരാലിനും കുഞ്ഞുങ്ങളും കേട്ടോ, വലിയ കുഞ്ഞുങ്ങളാണ്. അത് നമ്മൾ പിടിക്കുന്നില്ല, കാരണം വലുതായി വരട്ടെ, നമുക്ക് തന്നെ പിടിക്കാനുള്ള ഒരുപാടുണ്ട് കേട്ടോ. ഇതുമാത്രം വരാലിനെ നമുക്ക് പിടിക്കേണ്ടതാണ് ഇവിടുന്ന്. അവരെന്നും ഇവിടെ വന്നാണ് നിൽക്കുന്നത് കേട്ടോ. എന്നും ഒരു വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടെ ഇവിടെ വരും. ഇവിടെ ഒരു മൂലയാണ്. ഇവിടെ പുളിമരമുണ്ട്. പുളിമരത്തിൽ നിന്ന് വീഴുന്ന പുളി എല്ലാം മീൻ കിടക്കുക കണ്ടോ. മഴയാണ്, ഇഷ്ടം പോലെ വീഴുന്നുണ്ട്. എല്ലാം പെറുക്കിയെടുക്കണം. ഇവരിവിടെ സ്റ്റേ എന്നും പോയിട്ട് ഇവിടെ
ഇവിടെ നിന്ന് വളരട്ടെ, നമുക്ക് തന്നെ പിടിക്കാനുള്ളതാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ. ഈ ചൂണ്ടയിലാണ് നമ്മൾ മാക്കറിയാണേലും ചെറിയ ചെമ്പല്ലി കല്ലുമുട്ടിയാണെങ്കിലും ഇതിൽ കോർത്ത് നമ്മൾ അഴിച്ച് ദൂരേക്ക് എറിഞ്ഞിടും. എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ അട്ടിച്ച് അവിടെ കിടക്കും, അല്ലെങ്കിൽ ചിലപ്പം പുല്ലിനകത്ത് കടകളിനകത്തൊക്കെ കുരുങ്ങി കിടക്കും. അത് നമുക്ക് പണിയായിട്ട് വരും. എന്തായാലും സാധനം കിട്ടും. അടിപൊളി ഫിഷിങ് പരിപാടിയാണ്. രാത്രിയാണ് ഇത് വർക്കൗട്ടാകുന്നത് കൂടുതലും. രാത്രി ഇഷ്ടം പോലെ മീൻ ഇറങ്ങി നടക്കാറുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും രാത്രി ഇഷ്ടം പോലെ തവളയും കിട്ടും. ചെറിയ കുഞ്ഞു തവളകൾ ഇഷ്ടം പോലെ കാണും. അപ്പോൾ അതിനെ അങ്ങോട്ട് നൈസായിട്ട് പിടിച്ച് കോർത്തിടും. ഒന്നുമില്ലേ വൈകിട്ട് തന്നെ കിട്ടും, അല്ലെ രാത്രി എടുത്തില്ലെങ്കിൽ നമുക്ക് രാവിലെ ആണെങ്കിലും സാധനം കിട്ടും. നമ്മളിപ്പോൾ ഒരു ഫാമിലി പരിചയപ്പെട്ടേ ഉള്ളൂ. ദേണ്ട വന്ന് നിൽക്കുന്നു. ഇവിടെ എറമ്പിന് വന്നിരിക്കും. സന്ധ്യ ആകുമ്പോൾ ഇവന്മാരെല്ലാം അടുത്ത് വരും കേട്ടോ. വരാലും പാർപ്പുക. ഇത് അത്യാവശ്യം വലിയ പാർപ്പ് കേട്ടോ. വീഡിയോ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയത്തില്ല. അവന്മാർ ഇവിടെ നിൽക്കട്ടെ. ശരിയാ ഗൈസ്, ചെറിയ വരാല കുഴപ്പമില്ലാത്ത സാധനമാണ്. അടിപൊളി മോനെ വേണ്ട കിടക്കുന്നു. ഇട്ട് വെച്ചിട്ട് അടുത്ത മാസം ഇപ്പം കിട്ടിയ വരാലാണേ. അതെ കണ്ടോ. പക്ഷെ ഇത് വളർത്ത് വരാല. അവനെ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത രാത്രി ആയി കഴിഞ്ഞാൽ കുഞ്ഞു മീനൊക്കെ ഒരുപാട് ഇങ്ങനെ നടക്കും. അപ്പം അതിനെയൊക്കെ ഇവന്മാർ വെട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ നടപ്പുണ്ട്. എന്തായാലും കോർത്തിടാം. കുഞ്ഞു വായുമ്പോ അതിനെയൊക്കെ വെട്ടാൻ വരുന്ന ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഗൈസ് ഇത് നമ്മൾ പിടിച്ച വരാലേ എൻ്റെ വയറ് വീർത്തിരുന്നത് അവന് കൊളസ്ട്രോൾ ആയിരുന്നു. നമുക്ക് മുഴുക്ക നെയ്യ്. നമ്മളവനെ ഫ്രൈ അടിക്കാൻ പോവാം. കണ്ടോ, ചുമ്മാ ഒന്നുമില്ല, നമ്മളവന് അടിപൊളി ഡിസൈനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, മസാലയൊക്കെ അങ്ങോട്ട് പുരട്ടി കുരുമുളകൊക്കെ നന്നായിട്ട് പൊടിച്ചങ്ങോട്ട് ഇട്ട് ഇവനെ വറക്കണം. അപ്പം ഞങ്ങൾ വറുത്തടിക്കട്ടെ. അടുത്ത ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.